الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സഹോദരന്മാരെ, ഈ ഒരു മുസല്ലയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ലോകത്തുടനീളം ഇതുപോലെ ഇരിക്കാനും ആഘോഷിക്കാനും ഒക്കെ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ യുദ്ധഭൂമികയിൽ ജീവിക്കുന്ന സാധുക്കളെയാണ്. ഈവൻ നമ്മുടെ രാജ്യത്ത് പോലും ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ വർഗീയവൽക്കരിക്കുകയും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ രാജ്യത്ത് അസമാധാനത്തിന്റെ വിത്തുപാകി കമ്മ്യൂണൽ ഇഷ്യൂസിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുള്ളിടത്താണ് സ്വന്തമായി നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ ഈ നിഅമത്തിനെ തിരിച്ചറിയാൻ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു എല്ലാവർക്കും സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും സമ്മാനിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കേണ്ടിയിരുന്ന പലരും, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരുടെ അധിക പേരും ഖബറിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറിനെ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിച്ചിട്ടും വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, രോഗങ്ങൾ പിടിച്ചു വച്ചിട്ടുള്ള ധാരാളം രോഗികൾ നമ്മുടെ എല്ലാം പരിസരത്തുണ്ട്. ഈ സദസ്സിന് ഒരു വേള വ്യത്യസ്ത രോഗങ്ങൾ പേറുന്ന ആളുകളുണ്ടായിരിക്കാം. അല്ലാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റും പടച്ചറബിലേക്കുള്ള ശുക്രിന്റെ, പടച്ചറബിലേക്കുള്ള ഇബാദത്തിന്റെ, ത്യാഗത്തിന്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത്. മദീനയിലേക്ക് കടന്നു വന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ജൂതന്മാർ പ്രത്യേക ആഘോഷങ്ങളും പ്രത്യേകമായിട്ടുള്ള സന്തോഷ പ്രകടനങ്ങളും കാഴ്ചവെക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള രണ്ട് സുദിനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്റുമാണ്. പടച്ചറബിൽ വിശ്വസിക്കുന്ന, പരലോകം കാംക്ഷിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും തൃപ്തിയോടെ കാണുന്നത്, സന്തോഷത്തോടുകൂടെ കാണുന്നത്, വളരെ മനസ്സമാധാനത്തോടുകൂടെ അവർ ആഘോഷിക്കുന്നത്, റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് അല്ലാഹു നൽകിയിട്ടുള്ള ഈ രണ്ട് സുദിനങ്ങളിലാണ്. എന്നാൽ ഇന്നത്തെ സുദിനത്തോട് പ്രത്യേകിച്ച് യാതൊരുവിധ ഫീലുമില്ലാത്ത മുസ്ലിം നാമധാരികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ന്യൂ ഇയർ ആണ് ഏറ്റവും വലുത്, അവർക്ക് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളാണ് ഏറ്റവും വലുത്, അവർക്ക് വാലന്റൈൻസ് ഡേയും അതുപോലെ തന്നെ ട്രെൻഡിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫെസ്റ്റിവലുകളോടാണ് അവർ കൂടുതൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നതും അതിനുവേണ്ടിയാണ് അവർ രാവും പകലും പുറത്തുമൊഴിച്ച് പരിശ്രമിക്കുന്നത്. ഇവിടെ ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് തികഞ്ഞ മനസ്സംതൃപ്തിയിലും സമാധാനത്തിലുമാണ് നാം ഉള്ളത്. ഇസ്ലാം നമുക്ക് നൽകുന്ന ആഘോഷങ്ങൾ യാതൊരു തരത്തിലുമുള്ള വിദ്വേഷമോ പകയോ വെറുപ്പോ കണ്ണീരോ സമ്മാനിക്കാത്തതാണ്. ഞാൻ അന്ന് അങ്ങനെ ആഘോഷിച്ചതിന്റെ പേരിൽ എനിക്ക് ഭാവിയിൽ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായല്ലോ എന്നൊരാൾക്കും ചിന്തിക്കേണ്ട ഗതികേടില്ലാത്ത അവസ്ഥ, ഭാരിച്ച സാമ്പത്തിക നഷ്ടമില്ലാത്ത അവസ്ഥ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരിത്തേക്കാത്ത, അപകടങ്ങൾ ഉണ്ടാക്കാത്ത, ആണും പെണ്ണും പരസ്പരം ലയിച്ചു ചേർന്ന് എല്ലാ അശ്ലീലങ്ങളും അതുപോലെ തന്നെയുള്ള ആഭാസങ്ങളുടെയും കേന്ദ്രമായി പ്രകടനമായി മാറാത്ത വിശുദ്ധിയുടെ, തക്ബീറിന്റെ, തഹ്മീദിന്റെ, റബ്ബിനുള്ള ശുക്രിന്റെ, നമസ്കാരത്തിന്റെ, സ്വദഖയുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കലിന്റെ, പരസ്പരമുള്ള സ്നേഹം കൈമാറലിന്റെ, പരസ്പരം പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് ഭക്ഷണം നൽകുന്ന, അവർക്ക് മാംസം നൽകുന്ന ദീനിന്റെ മാർഗത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ പരമാവധി ഇറങ്ങിപ്പുറപ്പെടുന്ന ആഘോഷങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വലിയ വൈബിന്റെ ഒരു ലോകം സ്വർഗമാണെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ ഈ രണ്ട് ആഘോഷം തന്നെ മതിയായതാണ്. എന്റെ റബ്ബ് എനിക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ഈ രണ്ട് ആഘോഷത്തെ അല്ലാഹു എങ്ങനെയാണോ ആചരിക്കാൻ പറഞ്ഞത്, എങ്ങനെയാണോ സന്തോഷിക്കാൻ പറഞ്ഞത്, ആ രീതിക്ക് തന്നെ ഞാൻ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമെന്ന് മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ആത്മസംതൃപ്തി അടയാൻ വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരന്മാരെ, ബലിപെരുന്നാളാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളകത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരുന്ന രണ്ട് നാമങ്ങളാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും നൂറ്റാണ്ടുകൾ
കടന്നുപോയിട്ടും വിവിധങ്ങളായ ശ്രദ്ധേയമായ മതവിഭാഗങ്ങൾക്കിടയിൽ അബ്രഹാം പ്രവാചകൻ ഏറെ ശ്രദ്ധേയനായി മാറുന്നത് ഇസ്ലാമിക ലോകത്തും നിത്യവും ഒരു വിശ്വാസി നേരം പുലരുമ്പോൾ പറയുന്ന വാക്ക് 5 നേര നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സ്വലാത്തിന്റെ കൂടെ ചാരത്ത് ചേർത്ത് വെച്ച് പറയുന്ന വാക്ക് നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉരുവിടേണ്ട വാക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന വാക്ക്. അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഞാൻ നേരം പുലരുന്നു എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ മതത്തിൽ ഞാൻ നേരം പുലരുന്നു എന്ന് പറയുന്നതോടൊപ്പം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയാകുന്ന തന്റെ പ്രപിതാവിന്റെ മില്ലത്തിലായിക്കൊണ്ടാണ് ഞാൻ നേരം പുലരുന്നത് എന്നാണ്. ഓരോ പ്രഭാതത്തിലും ഒരു വിശ്വാസി ഉരുവിടണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമ്മൾ സംവിധാനിച്ച ഭൗതികമായ സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് നൽകുന്ന സെക്യൂരിറ്റിയേക്കാൾ വലിയ സെക്യൂരിറ്റിയാണ് ലൈഫിൽ നമുക്ക് അദ്കാറുകൾ നൽകുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന കൊച്ചു ദിക്ർ 3 തവണ രാവിലെ നമ്മൾ ചൊല്ലുമ്പോൾ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെ പടച്ചറബ് രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റിയാണ് അദ്കാറുകൾ എന്ന് പറയുന്നത്. രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ എല്ലാറ്റിനുമുള്ള സെക്യൂരിറ്റി സിസ്റ്റമാണ്. പടച്ചറബ് സംവിധാനിച്ചിട്ടുള്ള ഒരു സുരക്ഷാ മാർഗമാണ്. ആ അദ്കാറുകളിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ഞാൻ നേരം പുലരുന്നു എന്നത്. ഇബ്രാഹിം നബിയുടെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയും കാലഘട്ടം കഴിഞ്ഞു പോയിട്ടും ഇബ്രാഹിം നബി ചർച്ചയാകുന്നു? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിന്റെ കൺക്ലൂഷന് വേണ്ടി, ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലയോ അക്മൽതു ലക്കും ദീനക്കും, ഈ ദീനിനെ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ പൂർത്തീകരണത്തിന് അല്ലാഹു നിയോഗിച്ചയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം നബിയെ ഫോളോ ചെയ്യണമെന്നാണ്. മഹാനായ അസ്റഫുൽ ഖൽഖിനോട് ഫോളോ ചെയ്യാൻ പറഞ്ഞു, നമ്മളോട് ഓരോരുത്തരോടും ഫോളോ ചെയ്യാൻ പറഞ്ഞു. ആ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നവർ ആ മില്ലത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. ആ മില്ലത്ത് അവകാശപ്പെട്ടിട്ടുള്ള ജൂത ക്രൈസ്തവരെയും മക്കയിലുള്ള ബഹുദൈവ ആരാധകരെയും വിശുദ്ധ ഖുർആൻ തിരുത്തിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം ഫോളോ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മില്ലത്ത് ഇബ്രാഹിമിലുള്ളത് എന്ന് ആണയിട്ട് ആവർത്തിച്ച് പടച്ചറബ് സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചുവെങ്കിൽ സുഹൃത്തുക്കളെ ഒരു പരിശോധന ആവശ്യമാണ്. ഭൗതികമായ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസിന് തയ്യാറല്ല. വാഹനമൊന്ന് റഷായി കഴിഞ്ഞാൽ, റോഡിൽ നമ്മെ ആരെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊന്ന് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ആരെങ്കിലും ഒന്ന് നമ്മളോട് മറുത്ത് സംസാരിച്ചാൽ അയാൾക്കൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കുടുംബത്തിൽ പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മക്കൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. കച്ചവടത്തിനും ബിസിനസ്സിനും ഏർപ്പാടുകളിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത നമ്മൾക്ക് ആദർശത്തിന്റെ രംഗത്ത് ആ ഒരു കണിശത ഉണ്ടോ ഇല്ലേ എന്ന് സഹോദരന്മാരെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതികമായ കാര്യങ്ങളിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ദേഹത്ത് പരിക്കേൽപ്പിച്ച ത്വായിഫുകാർ അവരുടെ മേൽ അക്ഷവയിൽ മലകളെ തള്ളിയിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കഴുത്തിലുണ്ടായിരുന്ന പരിവരുത്ത നജ്റാനി മുർദ ഒരു അഅറാബിയായ മനുഷ്യൻ വന്ന് വലിച്ചിട്ട് റസൂലിന്റെ ദേഹത്ത് മുറിവ് വന്നിട്ട് വിട്ടുകൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് വിട്ടുകൊടുത്ത, പേരമക്കൾക്ക് വിട്ടുകൊടുത്ത, മക്കൾക്കും അനുയായികൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ ആദർശത്തിന്റെ രംഗത്ത് ഒരു ലവലേശം പോലും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന അധ്യായം ഇറങ്ങുന്നത് തന്നെ നോ കോംപ്രമൈസ് എന്നത് അറിയിക്കാൻ വേണ്ടിയാണ്. ആർക്കും എന്തും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകനെ ആദർശ രംഗത്ത് കോംപ്രമൈസ് ഇല്ല എന്ന് പഠിപ്പിക്കാനാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന അധ്യായം തന്നെ ഇറങ്ങിയത്. മുഹമ്മദേ, നമ്മുടെ ഖിബില ഒന്നാണ്, നമ്മുടെ പടച്ചറബ് ഒന്നാണ്. കഅബയെ ഞാനും നീയും അതുപോലെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശത്തിന്റെ രംഗത്ത് നമുക്കൊരു നീക്കുപോക്കായി കൂടെ. ഒരു മാസം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കുന്നു, അടുത്ത മാസം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു കോംപ്രമൈസ് ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന അധ്യായം ഇറങ്ങിയത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതവും ആശയവും നിങ്ങൾക്ക് സ്വീകരിക്കാം, എനിക്ക് എന്റേതായ ആശയവും ആദർശവും ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. സഹോദരന്മാരെ, ഒരു ചിന്ത അനിവാര്യമാണ്. അതെന്താണ് ചിന്ത? നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക്, സമ്പത്തിന്, കുടുംബത്തിന്, മക്കൾക്ക്, സൗകര്യങ്ങൾക്ക്, സംവിധാനങ്ങൾക്ക് നാം കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ എത്ര ശതമാനം ഈ ദീൻ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് നാം എന്ന് ആണയിട്ട് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു ഇബ്രാഹിം നബിയുമായി നമുക്ക് ബന്ധമുണ്ട്? എന്റെ ഇബ്രാഹിം നബി ശ്രദ്ധേയനായത് വിശ്വാസദാർഢ്യമായിരുന്നു. എന്താണ് സീക്രട്ട് ഓഫ് സക്സസ്? വിജയത്തിന്റെ രഹസ്യം എന്താണ്? സമാധാനത്തിന്റെ രഹസ്യം എന്താണ്? സ്വസ്ഥതയുടെ
രഹസ്യം എന്താണ്? അത് ഈമാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുവീഴ്ച കാണിക്കാതെ ആ കണിശതയോടുകൂടെ പുലർത്തിയത് അവിടുത്തെ ഈമാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ആ സത്യസന്ദേശത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടിയുണ്ട്: എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് വഴി കാണിച്ചവൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, എന്നെ വെള്ളം കുടിപ്പിക്കുന്നവൻ, ഞാൻ രോഗിയായ എന്റെ രോഗം ശമിപ്പിക്കുന്നവൻ, എന്നെ ജീവിപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, എന്നെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ പടപ്പുകൾക്ക് ഒരുപക്ഷെ വിട്ടുകൊടുക്കാൻ അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്റെ റബ്ബ് എനിക്ക് വിട്ടുതരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഒരുത്തനാണ് എന്റെ പടച്ചവനെന്ന് ആവർത്തിച്ച് പറയുകയും നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ അവർക്ക് കാണാനോ കേൾക്കാനോ ഉപകാരോപദ്രവം ചെയ്യാനോ സാധിക്കില്ലെന്ന് അവരെ വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഖലീലുള്ള ഇബ്രാഹിം നബി. സ്വന്തം വീട്ടിൽ പിതാവിനോട് വിഗ്രഹപൂജകനും വിഗ്രഹ കച്ചവടക്കാരനുമായ ആസറിൽ നിന്ന് തുടങ്ങി ആ ആദർശ പ്രഖ്യാപനം പിതാവിനോട് പറഞ്ഞു: യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയതിനെ നിങ്ങളുടെ വലിയ വലിയ ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് നിരർത്ഥകമല്ലേ എന്ന് ഏത് ബുദ്ധിയുള്ള മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന ചോദ്യം ഖലീൽ തുടങ്ങിയത് സ്വന്തം വീട്ടിൽ നിന്നാണ്. ആ നാട്ടുകാർ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിച്ചവരായിരുന്നു. നക്ഷത്രത്തെ നോക്കി ഇതാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞു. അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്ന റബ്ബ് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. സൂര്യനെ നോക്കിയിട്ടും പറഞ്ഞു, ചന്ദ്രൻ നോക്കിയിട്ടും പറഞ്ഞു. റബ്ബായിരിക്കുമ്പോൾ, ആരാധനായിരിക്കുമ്പോൾ, പടച്ചവനായിരിക്കുമ്പോൾ കഴിവുകേടുകളില്ലാത്തവനായിരിക്കണം, കുറവുകളില്ലാത്തവനായിരിക്കണം, നീങ്ങിപ്പോകാത്തവനായിരിക്കണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഹയ്യാൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവനും മറ്റുള്ളവർക്ക് നിലനിൽപ്പ് നൽകുന്നവനുമാണ്. ഈ രണ്ട് നാമങ്ങളാണ് പടച്ചറബിന്റെ നാമങ്ങളെയും ഗുണങ്ങളെയും വിശേഷണങ്ങളെയും നിലനിർത്തുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നിയന്ത്രിച്ച് ഇവയെല്ലാം സംഹരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു പടച്ചവനുണ്ടെങ്കിൽ അവനാണ് സൂര്യന്റെ പിന്നിൽ, അവനാണ് ചന്ദ്രന്റെ പിന്നിൽ, അവനാണ് നക്ഷത്രങ്ങളുടെ പിന്നിൽ, അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ, അവനാണ് സകല ജന്തുജാലങ്ങളുടെയും റിസ്ഖ് ഉപജീവനം ഉടമപ്പെടുത്തിയതെങ്കിൽ, അവനാണ് എല്ലാറ്റിന്റെയും കൺട്രോൾ എങ്കിൽ അവിടെയാണ് ഇന്ന് മുസൽമാന് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ കൈകളിലാണ് പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം. ആകാശങ്ങളും സമുദ്രവും കരയിലുമെല്ലാം നിയന്ത്രിക്കുന്നത് പടച്ചറബിന്റെ പടപ്പുകളാണെന്ന് വിശ്വസിക്കുന്നത് ഏതെങ്കിലും മതസ്ഥരല്ല സഹോദരന്മാരെ. മില്ലത്ത് ഇബ്രാഹിം ആവർത്തിച്ച് പറയുന്ന സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്ത് ആവർത്തിച്ച് പറയുന്ന ഇബ്രാഹിം നബിയുടെ മഹത്വം ഈ ബലിപെരുന്നാൾക്ക് ആവർത്തിച്ച് പറയുന്ന അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് ആവർത്തിച്ച് തക്ബീറിന്റെ മന്ത്രധ്വനികൾ ഉച്ചരിക്കുന്നവന്റെ ഹൃദയങ്ങളിൽ ധാരാളം ദൈവങ്ങളാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ വകൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിൽ എത്ര ദൈവങ്ങളെയാണ് നീ പാർപ്പിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈവൻ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിയെ പോലും അദ്ദേഹം എല്ലാം കാണും, എല്ലാം അറിയും. ഖുതുബിയത്തിൽ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് യാ ശൈഖ് മുഹയ്യിദ്ദീൻ എന്ന് 1000 തവണ ഉരുവിട്ടാൽ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി ഹാജരാകുമെന്ന് വിശ്വസിക്കുന്നവർ ഏതെങ്കിലും ആശയക്കാരല്ല. ഈ സുന്ദരമായ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ സുന്നത്തിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കാരണകളഞ്ഞ തൗഹീദ് പ്രഖ്യാപിക്കേണ്ട മുസൽമാന്റെ മുന്നിൽ മഹാന്മാരോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും പറഞ്ഞ് പ്രസംഗിച്ച് ആളുകൾക്കിടയിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാർ ശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും അതിലേക്ക് പോകുന്നതാണ് ലോകത്ത് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ 100 കൊല്ലത്തെ വാർഷികം അവർ ആഘോഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ സദസ്സിൽ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, മഹാന്മാരുടെ റൂഹകൾ, ആത്മാക്കൾ ഹാജരായിട്ടുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ വിശ്വാസമാണോ? ഒരിക്കലുമില്ല. പടച്ചറബിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കരുതെന്ന് പഠിപ്പിച്ചതാണ് മില്ലത്ത് ഇബ്രാഹിം. ആ മില്ലത്തിനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുധാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജയം വേണോ, സമാധാനം വേണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഇഖ്ലാസോടെ പ്രഖ്യാപിക്കണം, അത് സത്യസന്ധമായി പ്രഖ്യാപിക്കണം. നിഫാഖില്ലാതെ, കളവില്ലാതെ, സംശയമില്ലാതെ, വെറുപ്പില്ലാതെ പരിപൂർണമായി കീഴുതുങ്ങി എന്ത് പറഞ്ഞാലും സ്വീകരിക്കാനുള്ള പാകത്തിനനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാനാണ് ഖലീലുള്ള ഇബ്രാഹിം നബി നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായ പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ അദ്ദേഹം പതറിയിട്ടില്ല. തീക്കുണ്ടാരത്തിന് മുന്നിൽ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ, എനിക്ക് എന്റെ പടച്ചവൻ മതി എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹാജറ ബീവിയെ
ആരുമില്ലാത്ത സഫാമർക്കനെ ഉപേക്ഷിച്ച് പോരുമ്പോൾ തന്റെ ദീനീ ബോധമുള്ള ഭാര്യയും പ്രഖ്യാപിച്ചത് ആ വിശ്വാസമാണ്. പടച്ചത് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇബ്രാഹിം, താങ്കൾക്ക് പോകാമെന്ന് പറയുമ്പോൾ എന്ത് പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്? ഒരു തുള്ളി വെള്ളമില്ല, ഭക്ഷണമില്ല, ജീവന്റെ തുടിപ്പില്ല, ഒരു പച്ചപ്പില്ല, ഈവൻ ഒരു തണൽ വൃക്ഷം പോലും ഇല്ലാത്ത, ആരോരുമില്ലാത്ത വിജനതയിൽ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധ ഹറമിന്റെ പരിസര പ്രദേശത്ത് ഇന്ന് അപറാജികളും 10,000-കണക്കിന് ഹാജിമാരും കൊണ്ട് വീർപ്പ് മുട്ടുകയാണെങ്കിൽ അന്നൊരു ചെറിയ ജീവന്റെ തുടിപ്പ് പോലും ഇല്ലാത്ത ഒഴിഞ്ഞ പ്രതലത്തിലാണ് ഹാജറാബിനെ ഉപേക്ഷിച്ചു പോയത്. അവിടെ പ്രഖ്യാപിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയുമാണ്. ആ തവക്കുലാണ്, ആ ഇഖ്ലാസാണ്, ആ സത്യസന്ധതയാണ്, മനസ്സിൽ രൂഢമൂലമായ വിശ്വാസമാണ്. സുഹൃത്തുക്കൾ, നമ്മുടെ വിശ്വാസം എവിടെ കിടക്കുന്നു? പലിശ വേണ്ട എനിക്കെന്ന് തീരുമാനിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? മോചിച്ച പണം വേണ്ടെന്ന് തീരുമാനിക്കാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ട് എനിക്കൊരു വരുമാനം വേണ്ടെന്ന് തീരുമാനിക്കാൻ മാത്രം നമ്മുടെ വിശ്വാസം വളർന്നിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ വിശ്വാസം എവിടെയാണ്? നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെ, ആവശ്യമുള്ളതെല്ലാം തീർത്തതിന് ശേഷം ഒരു വിശ്വാസ പ്രഖ്യാപനം, അല്ലെ, ചടങ്ങുകളിൽ മാത്രമുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം, ഒരു നമസ്കാരത്തിലും ഒരു ഖുർആനത്തിലും ഒരു റമദാനിലെ നോമ്പിലും മാത്രമുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം. അങ്ങനെയല്ല ഖലീലുള്ളാഹ് നമുക്ക് കാണിച്ചെന്നത്. എനിക്ക് റബ്ബുണ്ടെന്നും ആ റബ്ബിന്റെ കയ്യിലാണ് എല്ലാം എന്നുമുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ റബ്ബ് എനിക്ക് മതി എന്ന പ്രഖ്യാപനം. സുഹൃത്തുക്കളെ, ലോകത്ത് എനിക്ക് എന്റെ കൂടെ പണമുണ്ട്, എന്റെ കൂടെ അനുയായികളുണ്ട്, എനിക്ക് പൊളിറ്റിക്കൽ ഹോൾഡ് ഉണ്ട്, ഇതൊന്നും പറയുന്ന പോലെയല്ല എന്റെ കൂടെ പടച്ചറമ്പുണ്ടെന്ന് പറയുന്നത്. എന്റെ കൂടെ എന്റെ പടച്ചറമ്പുണ്ട്. അബൂബക്കർ, ലാ തഹ്സൻ, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ടെന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് നബിയുടെ ചരിത്രം, മഹാനായ മൂസാ നബിയുടെ ചരിത്രം, ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം, ഞങ്ങളുടെ കൂടെ പടച്ചറമ്പുണ്ട് എന്ന ആ ധൈര്യമായിരുന്നു. ഉഹുദിന്റെ രണഭൂമിയിൽ കയ്യിൽ ആയുധമില്ല, ചുറ്റും 14 പേർ മാത്രം, ഓരോരുത്തർക്കും 10ഉം 100ഉം വെട്ടും കുത്തും ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു സാഹചര്യത്തിൽ, ശത്രുക്കൾ ചുറ്റുപാടും ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പോലും അല്ലാഹു മൗലാന ലാ മൗലാലക്കും, ഞങ്ങൾക്ക് അധികാരിയായി, രക്ഷാധികാരിയായി, സംരക്ഷകനായി പടച്ചറമ്പുണ്ടെന്ന് പ്രഖ്യാപിച്ച ആ ധൈര്യത്തിന്റെ അംശം സഹോദരന്മാരെ നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഖലീലുള്ളാഹ് എന്തുകൊണ്ട് ഉമ്മത്തായി, എന്തുകൊണ്ട് മാതൃകയായി, എന്തുകൊണ്ട് ശ്രദ്ധേയനായി? അവിടുത്തെ വിശ്വാസത്തിന്റെ ദാർഢ്യമായിരുന്നു. ആ വിശ്വാസമാണ് ഇന്ന് ശിർക്ക് കലർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാം ആർജിച്ചെടുക്കേണ്ടത്. രണ്ടാമത്തത്, സുഹൃത്തുക്കളെ, എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? പേര് കൊണ്ട്, തറവാട് കൊണ്ട്, ചേലും കോലും കൊണ്ട് മദീന പറയുന്നത്. എന്ത് തോന്നിയാസം ചെയ്താലും കുഴപ്പമില്ല, അത് ഇസ്ലാമിന് പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പോലും ഞാൻ കാണുകയുണ്ടായ ഒരു മുസ്ലിം നാമധാരിയുടെ ഒരു വീഡിയോ ക്ലിപ്പ്. അവൻ പറയുന്നത്, എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ ഭാര്യ ഒരാളുടെ കൂടെ കഴിച്ചുകൂട്ടി എന്നത് വെറുതെ കഴിച്ചുകൂട്ടലല്ല, ഒരാളുടെ കിടപ്പറവം കിട്ടു എന്നത് എനിക്കൊരു പ്രശ്നമല്ല എന്നാണ്. സഹോദരന്മാരെ, അവന്റെ പേര് മുസ്ലിമാണ്. എന്ത് തോന്നിയാസത്തിനും ആദർശത്തിന്റെ, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പേരുള്ള ആളുകൾ കിട്ടുന്നു എന്നത് ഇന്നത്തെ വലിയൊരു ദുരന്തമാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഇസ്ലാം? ആ ഇസ്ലാം ഇബ്രാഹിം നബിയെ നമ്മൾ പഠിക്കുകയാണ്. ഇത് അല്ലാഹു ഇബ്രാഹിമിനോട് പറഞ്ഞു, പൂർണ്ണമായിട്ടും കീഴടങ്ങുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് സത്യസന്ധമായി ജീവിതം കൊണ്ട് തെളിയിക്കണമെന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞപ്പോൾ തെളിയിച്ച് കാണിച്ചു. സുഹൃത്തുക്കളെ, ഇബ്രാഹിം റബ്ബഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന, എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങൾ വിശ്വാസം കൊണ്ട്, ആദർശം കൊണ്ട്, ദഅവത്ത് കൊണ്ട്, കുടുംബം കൊണ്ട്, ഭൗതികമായും മതപരമായിട്ടും വിവിധങ്ങളായ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ പരിശോധിച്ചപ്പോൾ എല്ലാം പൂർത്തീകരിച്ചു. കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച മഹാമനുഷ്യന്റെ പേരാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും കീഴടങ്ങുകയാണ്. വാർദ്ധക്യത്തിന്റെ അങ്ങേ ദശകത്തിലാണ് കുഞ്ഞുണ്ടാകുന്നത്. കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ മടി കാണിച്ചില്ല. പടച്ചോനെ, ഈ അവസാന സമയത്ത് കിട്ടിയ കുഞ്ഞിനെ ആരുമില്ലാത്തടത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ടാസ്ക് അല്ലേ? അല്പം ലഘൂകരിച്ചു തരുമോ? ചോദിച്ചില്ല. സഹോദരന്മാരെ, നമുക്ക് ദേശത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ സമ്പത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ കൾച്ചറിന്റെ കാര്യത്തിൽ, നമ്മുടെ ഫെസ്റ്റിവലിന്റെ കാര്യത്തിൽ നമുക്ക് ദീനിന്റെ കൽപ്പനകൾ പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഹാർഡായ കൽപ്പനയാണ് മഹാനായ ഇബ്രാഹിം നബിയോട് അള്ളാഹു നിർവഹിച്ചിട്ടുള്ളത്. യാതൊരു സങ്കോചവും ഇല്ലാതെ പരിപൂർണമായിട്ടും കീഴടങ്ങുകയാണ് അദ്ദേഹം. കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ മകനോട് ചോദിക്കുന്നു, മകനെ അറുക്കണമെന്ന് പടച്ചറപ്പിന്റെ കൽപ്പനയുണ്ട്. എന്താ മകന്റെ മറുപടി? ഒരു മുസ്ലിമായ കുട്ടി, ഒരു മുസ്ലിമായ ഭാര്യ, ഒരു മുസ്ലിമായ പിതാവ്, എന്ത് സന്തോഷമുണ്ടായിരിക്കും അല്ലെ? ആദർശത്തിൽ ഇണക്കമില്ലാത്ത, നമസ്കരിക്കാത്ത, ദീന് പാലിക്കാത്ത, ഇസ്ലാമിന്റെ ചിട്ടകൾ പുലർത്തിക്കൊണ്ടുപോകാത്ത ആളുകളോടൊപ്പം എങ്ങനെ കിടപ്പുറമെങ്കിലും, അവരോടൊപ്പം എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും, അവരോടൊപ്പം എങ്ങനെ സ്വസ്ഥമായി ജീവിക്കും? അതിൽ നിന്നുണ്ടാകുന്ന മക്കൾക്ക് എങ്ങനെ ദീനീ ബോധവും വിശുദ്ധിയും ഉണ്ടാകും? ഇബ്രാഹിം നബിയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിനുള്ള അതേ കണിശതയുള്ള മക്കളെയും ഭാര്യയെയുമാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്മാർ, ഇബ്രാഹിം നബിക്ക് ശേഷമുള്ള പ്രവാചകന്മാർ
രണ്ട് പരമ്പരയിലൂടെയാണ് നിലനിൽക്കുന്നത്. ഒന്ന് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖിലൂടെയും മറ്റൊന്ന് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിലൂടെയുമാണ് പ്രവാചക പരമ്പര മുഴുവനും നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ മക്കളിലൂടെ കിട്ടിയ ആ ഒരു തെളിച്ചവും ആ ഒരു ഭാഗ്യവും എത്ര വലുതാണ് സഹോദരന്മാരെ. അവിടെയെല്ലാം കീഴുദുഃഖമാണ്. അല്ലാഹ് പറഞ്ഞോ പ്രശ്നമില്ല, അല്ലാഹ് അർക്കാൻ പറഞ്ഞോ ചെയ്തോളൂ. സതജിദുനി ഇൻഷാ അല്ലാഹ് മഅസ്സാബിരീൻ മിനസ്സാബിരീൻ, ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞ ആ സമർപ്പണം സുഹൃത്തുക്കളെ അഭിമാനമല്ലേ? രാജ്യത്തിന്റെ നിയമം നമ്മൾ പാലിക്കുന്നില്ലേ? സ്ഥാപനത്തിന്റെ നിയമം പാലിക്കുന്നില്ലേ? സ്കൂളിന്റെ നിയമം പാലിക്കുന്നില്ലേ? ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിയമവും പാലിക്കുന്നില്ലേ? എന്തുകൊണ്ട് പടച്ചറമ്പിന്റെ നിയമങ്ങൾക്ക് നാം കീഴടങ്ങുന്നില്ല? ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതല്ലേ സുഹൃത്തുക്കളെ? എല്ലാ നിയമങ്ങളും പാലിക്കാൻ നമുക്ക് പടച്ചറമ്പിന്റെ നിയമത്തിന് കീഴടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മൈനസ് അല്ലേ? അതൊരു നെഗറ്റീവ് അല്ലേ? നാം നമ്മളെ ഒരു കോടതി മുറിയിൽ വെച്ച് വിചാരണ ചെയ്യേണ്ട വിഷയമല്ലേ എന്ന് ആലോചിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വിജയം തൗഹീദാണ്. അത് സത്യസന്ധമായി പ്രഖ്യാപിച്ചു, അതിൽ പൂർണ്ണമായി അദ്ദേഹം കീഴടങ്ങി. അതുപോലെ തന്നെ അടങ്ങാത്ത എല്ലാ പരീക്ഷണങ്ങളിലും ക്ഷമ അവലംബിച്ചു എന്നത് ഇബ്രാഹിം നബിയുടെ വലിയൊരു ശ്രദ്ധേയമായ ക്വാളിറ്റിയാണ്. ക്ഷമ ഒരു മനുഷ്യനെ സമ്മാനിക്കുന്നത് വിജയമാണ്. ആദ്യം പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ ക്ഷമിക്കാൻ നമുക്കാകണം. അക്ഷമ കാണിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ കാണുന്നു നമ്മൾ, ലഹരിയിലേക്ക് പോകുന്നവരെ കാണുന്നു നമ്മൾ, അവിഹിതങ്ങളിലേക്കും അനാശാസ്യങ്ങളിലേക്കും പോകുന്നവരെ നമ്മൾ കാണുന്നു. പടച്ചറബ് എനിക്ക് നൽകിയ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനം അടഞ്ഞുകൊണ്ട് ക്ഷമ അവലംബിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാലാമത്തെ വിഷയം സുഹൃത്തുക്കളെ തദ്ഹിയത്താണ്. തദ്ഹിയത്ത് ആത്മാർത്ഥമായി ചിന്തിക്കൂ. കുഞ്ഞിനെ കൊണ്ടുപോയി ഇറക്കാൻ പറയുമ്പോ അങ്ങേയറ്റത്ത് ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് അവസാനം കിട്ടിയ ഒരു കുഞ്ഞാണത് എന്ന് നാം ഓർക്കണം, അല്ലെ? നമ്മൾ ഓർക്കണം. ആ സമയത്താണ് കൊണ്ടുപോയി ഇറക്കാൻ പറയുന്നത്. അള്ളാഹു കൽപ്പിച്ചു എന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സമർപ്പിക്കാൻ തയ്യാറാവാൻ അള്ളാഹുക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമല്ലാത്ത കാര്യങ്ങൾ ത്യജിക്കാനുള്ളതല്ല, അല്ലെ? ഭീമമായ സംഖ്യ പടച്ചറപ്പിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ, നമ്മുടെ പുരയിടത്തിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കാൻ എടുത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം പള്ളിക്ക് വേണ്ടി മാറ്റിവെച്ച് അവിടെ ഒരു പള്ളി നിർമ്മിച്ച് നമ്മെ ഏൽപ്പിക്കുന്ന സന്തോഷകരമായ അവസ്ഥയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിലപിടിപ്പുള്ളത് കൊടുക്കാൻ, അതാണ് ബലിയിലൂടെ നമ്മൾ കാണിക്കുന്നത്. നല്ല ഗുരുവിനെ വാങ്ങി ഓറ്റി വളർത്തി അതിനെ പടച്ചറപ്പിന്റെ നാമം ഉച്ചരിച്ച് അറുക്കുന്നതിലൂടെ സുഹൃത്തുക്കളെ ഉണ്ടാകുന്ന വല്ലാത്തൊരു വികാരമുണ്ട്. ഹജ്ജിലൂടെ ആ തദ്ഹിയത്താണ്. എല്ലാ കംഫർട്ട് സോണും ബ്രേക്ക് ചെയ്ത് കിലോമീറ്ററുകൾ നടന്ന് വിയർത്തൊഴുകി കഷ്ടപ്പെട്ട് ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് ആ ത്യജിക്കലാണ്. സുഹൃത്തുക്കളെ മനസ്സറിഞ്ഞു പറയൂ. ജോലിക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ത്യജിച്ചു, മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ത്യജിച്ചു, കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ത്യജിച്ചു സഹോദരന്മാരെ? മക്ക വിട്ട് മദീനയിലേക്ക് പോകൽ സിമ്പിൾ ആയിരുന്നു. നീണ്ട 400 ചില്ലാനം കിലോമീറ്റർ കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ, കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാതെ, ഒന്ന് പാർക്കാൻ സൗകര്യം പോലും ഇല്ലാതെ, പിക്ക് ചെയ്യാൻ ആളില്ലാതെ ഒറ്റക്ക് സ്വഹാബത്ത് പുറപ്പെട്ടു. നാട് വിട്ടു അവര്, സമ്പത്ത് ത്യജിച്ചു അവര്, ആഗ്രഹങ്ങൾ ത്യജിച്ചു അവര്. ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബദറിന്റെ പോർക്കളത്തിൽ ഇറങ്ങിയാൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഈത്തപ്പഴം വേണ്ടെന്ന് വെച്ച് കാർക്കിച്ചു തുപ്പി രണഭൂമിയിലേക്ക് ഇറങ്ങിയത്. അപസ്മാര രോഗിയാണ്, ഈ രോഗം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് റസൂൽ പറഞ്ഞപ്പോൾ എങ്കിൽ ആ രോഗം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആ രോഗം സഹിക്കാൻ തയ്യാറായത് സ്വർഗത്തിന് വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന യുവാക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിലാണുള്ളത്. ഭൗതികതയുടെ എല്ലാ സൗന്ദര്യങ്ങളും നമ്മെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങളെയും നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വിവാഹിതരെന്നോ വിവാഹിതരല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വൈബിന് വേണ്ടി, ട്രെൻഡിന് വേണ്ടി, ഫെസ്റ്റിവലിന് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. അവിടെ ഒരു മുസ്ലിമാണ് ഞാനെന്ന് പറയാൻ, അല്ലെ? എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാം പടച്ചറപ്പേ നിനക്കുള്ളതാണെന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾ ത്യജിക്കാൻ, അവസരങ്ങളുമായി സാഹചര്യങ്ങളുമായി പ്രതിരോധിക്കാൻ, അതിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടച്ചറപ്പിന് വേണ്ടി നിങ്ങൾ വല്ലതും മാറ്റിവെച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇതിനേക്കാൾ ഖൈറായത് നൽകുമെന്നാണ്. സ്വന്തം നാട്ടുകാർ പുറത്താക്കിയ ഇബ്രാഹിം നബിയെ അല്ലാഹു ചേർത്ത് പിടിച്ചു. സഹോദരന്മാരെ, അല്ലാഹു ചേർത്ത് പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വവഹബ്നാ ലഹു ഇസ്ഹാഖ് വയഅഖൂബ് വകുല്ലൻ ജഅൽനാ സാലിഹീൻ. എല്ലാവരും ഇബ്രാഹിം നബിയെ പുറത്താക്കിയപ്പോ അല്ലാഹു ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന് ഇസ്ഹാഖിനെ കൊടുത്തു, പേരക്കുട്ടിയായ യാക്കൂബിനെ കൊടുത്തു, മക്കളെ കൊടുത്തു. ആ മക്കളെല്ലാം സ്വാലിഹീങ്ങളാക്കി. മാത്രവുമല്ല അവരെ നബിമാരാക്കി. മാത്രവുമല്ല അവരെ സൽക്കർമ്മകാരികളാക്കി. മാത്രവുമല്ല അവരെ ജനങ്ങൾക്ക് മാതൃകയാക്കി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംബിയായിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹ്ക്ക് വേണ്ടി ത്യജിച്ചു എന്നതാണ് മഹാനായ ഇബ്രാഹിം നബി കാണിച്ച വലിയൊരു ത്യാഗം എന്നതും അദ്ദേഹത്തിന്റെ വിജയത്തിലുള്ള കാരണം എന്നതും മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് കാണിച്ച ആ
വിശ്വാസദാർഢ്യം ഉറപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. അവിടുന്ന് കാണിച്ച സമർപ്പണം നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുന്ന് കൈക്കൊണ്ട ആ ക്ഷമയും ആ തവക്കുലും നമുക്കുണ്ടായിരിക്കണം. അവിടുന്ന് പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ കാണിച്ച ആ സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഇഹത്തിലും പരത്തിലും നമുക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഈ ഒരു സുദിനത്തിൽ നമ്മൾ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ടത് തക്ബീറാണ്. അതോടൊപ്പം പരസ്പരമുള്ള സ്നേഹം പങ്കുവെക്കാനും സന്ദർശനങ്ങൾ നടത്തുവാനും ബലികർമ്മത്തിന്റെ ഭാഗമാകുവാനും ആ ബലികർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ മാംസം കഴിക്കുവാനും മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും ഈവൻ നമ്മളുമായി സഹകരിച്ചു പോകുന്ന ഇതര മതസ്ഥരായ ആളുകൾ, അതിനെ അനാദരിക്കാത്ത, അതിനെ മോശമായി കാണാത്ത, അത് കഴിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ, അവർക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാനും പാവങ്ങൾക്ക് ഇതിലൂടെ വലിയ സഹായങ്ങൾ നിർവഹിക്കാനും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈദും അതുപോലെ തന്നെ സ്കൂളിന്റെ റീഓപ്പണിങ്ങും ഒരുമിച്ച് വന്ന സമയമാണ്. പ്രയാസങ്ങൾ ആരോടും പറയാതെ എല്ലാം അടക്കി ഒതുക്കി ജീവിക്കുന്ന മിസ്കീനുകൾ നമുക്കിടയിൽ ഉണ്ടാകും. ആളുകളോട് ചോദിക്കുന്ന പാവപ്പെട്ട ഫക്കീറുകളും നമുക്കിടയിൽ ഉണ്ടാകും. അവരുടെ കണ്ണീരൊപ്പാൻ സുഹൃത്തുക്കളെ നമ്മൾ ഉണ്ടായിരിക്കണം. നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്ത് നമുക്ക് തിന്നാനും കുടിക്കാനും മാത്രമുള്ളതല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് തണലാകുമ്പോൾ ആകാശത്തിനുവരിയിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നോക്കിയിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ബറക്കത്ത് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ, സദഖ വർദ്ധിപ്പിക്കാൻ, രോഗികളെ സന്ദർശിക്കാൻ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എല്ലാ സമയത്തും പ്രാർത്ഥിക്കുന്ന പോലെ ഈ സമയത്തും അവരെ സ്മരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ എല്ലാവരും തയ്യാറാവുക. ഈ അയ്യാമു തശ്രീഖ് അവസാനത്തെ അസ്ർ ജമാഅത്ത് വരെ തക്ബീർ വർദ്ധിപ്പിക്കുക. അയ്യാമു തശ്രീഖ് അഖിലിന്റെയും ഷുർബിന്റെയും ദിവസങ്ങളാണ്. ആ സമയം പരമാവധി സന്തോഷങ്ങൾ ഏർപ്പെടുക. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും നിമിഷങ്ങളിലാണ് പലപ്പോഴും ആളുകൾ വഴിപിഴച്ചു പോകാറുള്ളത്. അവിടെ നമുക്കൊരു മുതവസ്സിതായ ഒരു കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വഴിവെക്കാതെ മോശപ്പെട്ട രീതിയിൽ ആഘോഷങ്ങൾ കാഴ്ചവെക്കാതെ സിനിമകളും അതുപോലെ തന്നെ തോന്നിവാസങ്ങളിലും മുഴുകുന്ന ഒരു ആഘോഷം നമുക്കില്ല. ലഹരി നമുക്ക് നല്ലതല്ലെന്ന് നിത്യവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം ജില്ലയിലല്ലേ അഫ്വാൻ എന്ന് പേരുള്ള ഒരു ചെക്കൻ തന്റെ കുടുംബത്തിലെ 5 പേരെ ചുറ്റികൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത്? എന്തേ കാരണം? നല്ല വിശുദ്ധനായ ഒരു കുട്ടി ആ അവസ്ഥയിലേക്ക് മാറിയത് എന്താണ്? മോശപ്പെട്ട കൂട്ടുകെട്ടും അവൻ ശീലിച്ചിട്ടുള്ള ലഹരി ഉപയോഗവും അവൻ അടിമപ്പെട്ടിട്ടുള്ള മൊബൈൽ യൂസേജുമായിരുന്നുവെങ്കിൽ ഇതെല്ലാം അപകടമാണ് മക്കളെ. നമ്മൾ അതിൽ നിന്ന് മുക്തമായി ജീവിക്കുകയും ലക്ഷ്യബോധമുള്ളവരായി തീരുകയും ലഹരിക്കെതിരെ സംസാരിക്കുകയും അതിനെതിരെ പടയോട്ടങ്ങൾ നടത്തുകയും ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൂടാ. പരസ്പരം ഇണങ്ങാൻ, പരസ്പരം കൂടിച്ചേരാൻ, പരസ്പരമുള്ള അകൽച്ചകൾ മറന്ന് പിണങ്ങിയ ആളുകളുമായിട്ട് പരസ്പരം ഇണക്കത്തിലാവാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു അവസരത്തെ നമ്മളെല്ലാവരും കാണുകയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ലൊരു ഭരണാവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിന് എല്ലാ തരത്തിലുള്ള ശക്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനെതിരെയുള്ള എല്ലാ തന്ത്രങ്ങളെയും പടച്ച റബ്ബ് പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലായിടത്തും ഈ ഇന്ത്യ, ദി ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന ഖ്യാതി നേടിയ ഈ ഇന്ത്യ, അത് ഉയർത്തിപ്പിടിക്കുന്ന, അതിന്റെ ജനാധിപത്യം അത് കാത്തു സൂക്ഷിക്കുന്ന, അതിനെ ആദരിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം ഈ രാജ്യത്തിന് പടച്ച റബ്ബ് പകരം തിരിച്ചു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആവശ്യങ്ങളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരികയും നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു നൽകുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മൾ മരിച്ചു കഴിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തുൻ മർഹമത്തുൻ നൽകുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ദീനാണ് പരിഹാരം. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹത്തിൽ അത് നമ്മൾ പഠിക്കണം. പഠിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. ഈ കയ്യിലെ സെൽഫോൺ മതി നമുക്ക് ദീന് പഠിക്കാൻ. പീസ് റേഡിയോ നല്ലൊരു അവസരമാണ്. നേർപ്പദം വായിക്കുന്നവർക്ക് പഠിക്കാൻ അവസരമാണ്. യൂട്യൂബിൽ ധാരാളം ഒതന്റിക് ആയിട്ടുള്ള നല്ല അവതരണങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ട്. വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഗൈഡാണ്. ആ ഗൈഡിന്റെ തഫ്സീർ കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ ലൈഫിൽ ബറക്കത്തുണ്ടാകും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഇൽമും ഈമാനും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും അല്ലാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ ദീനീ ബോധമുള്ള മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാവട്ടെ. അവർക്ക് നല്ല തർബിയത്തും തസ്കിയത്തും നൽകി വളർത്താൻ ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള രക്ഷിതാക്കളാക്കി പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. ലോകത്തുടനീളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ
പടച്ചറബിലേക്ക് അടുക്കുവാനും ചെയ്തുപോയ അബദ്ധങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുവാനുമുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാറ്റിനുപരി അല്ലാഹുവിൽ വിശ്വസിച്ച് അവനെ കീഴ്പ്പെട്ട് അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരായി സ്വർഗ്ഗക്കാരായി മരിച്ചു പിരിയാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ഈ പ്രോഗ്രാമിന്റെ സംഘാടനത്തിന് ആവശ്യമായ വലിയ സാമ്പത്തിക ചെലവ് ഇവിടെ നിന്നാണ് മീറ്റ് ചെയ്യപ്പെടേണ്ടത്. ഈദിന്റെ ദിവസത്തിൽ സ്വതക്ക കൊടുക്കുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളോട് പ്രത്യേകം അതിനെക്കുറിച്ച് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും, പുറത്ത് നമ്മുടെ പ്രവർത്തകരുണ്ട്, ബക്കറ്റ് പിടിച്ച് നിൽക്കുന്നുണ്ട്, ഏറ്റവും നല്ല ഒരു തുക ഈ ഒരു ഈദിന്റെ ദിവസത്തിൽ നമ്മൾ നൽകേണ്ടതുണ്ട്. നമുക്ക് ഈദിന്റെ ചെലവുണ്ട്, അതുപോലെ തന്നെ സ്കൂളിലേക്കുള്ള ചെലവുണ്ട്, എല്ലാം അറിയാം. പക്ഷേ ഇത് നമ്മുടെ ഖബറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ദാനമായി കണ്ട് പരമാവധി ചെലവഴിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.